മാവേലിക്കര മണ്ഡലത്തിലെ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഗായത്രിയാണ്. ഗായത്രി, പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞൊരു മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. അവിടെ പക്ഷേ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. ഇപ്പോൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രിയ, വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. 7 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കും. ഇതിപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ നല്ല രീതിയിലുള്ള തിരക്ക് എന്തായാലും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഹെൽപ്പ് ഡെസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമായും പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രിയ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10% വോട്ടിംഗ് നിലയിൽ കുറവുണ്ടായ ഒരു മണ്ഡലമാണ് എന്തായാലും ഇത്തവണ മാവേലിക്കര. ഒരാൾ കുത്തകയായി 7 ടേമുകളോളം, വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് എത്തുമ്പോൾ ഒരു ചോദ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രവചന അതീതതയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് മാവേലിക്കരയെ ഇത്തവണ ചർച്ചകളിൽ നിലനിർത്തുന്നത്. ഒരു അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനമാണ് എന്തായാലും ഇത്തവണ മാവേലിക്കരയ്ക്കുള്ളത്. 7 മണ്ഡലം മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം 3 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര. റബ്ബർ കർഷകരും കശുവണ്ടി കർഷകരും കുട്ടനാടത്തെ കൃഷി അല്ലെങ്കിൽ നെൽകൃഷി കർഷകരുമടക്കമുള്ള ഒരു കാർഷിക മേഖല, ഒരു കിഴക്കൻ മേഖലയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വോട്ടർമാർ എന്നുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് അധികം നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ഒരു ടേമായി തന്നെ ഇതിനെ കണക്കാക്കണം. അത്തരത്തിൽ ഭരണവിരുദ്ധമായി അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊടിക്കുന്നിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായ ഒരു ടേം കൂടിയാണ് എന്തായാലും ഇത്തവണത്തെ ഈ ഒരു കഴിഞ്ഞുപോയ ഒരു ലോക്സഭാ കർഷകാലം എന്നുള്ളത് തന്നെ. ഇത്തരത്തിൽ എതിരായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഈ കത്ത് അദ്ദേഹം മത്സരിക്കുന്നതിന് ഇതിനുണ്ടായ പ്രശ്നങ്ങളും ആദ്യം അദ്ദേഹം മത്സരിക്കാൻ വിമുഖത കാട്ടിയതും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഒടുവിൽ കുലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ കൊടിക്കുന്നിൽ മത്സരിക്കാൻ എത്തുമ്പോഴേക്കും ഇടതുപക്ഷ മണ്ഡലത്തിൽ നിറഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു യുവത്വം നയിക്കട്ടെ എന്നൊരു ആശയം മുൻനിർത്തിയാണ് ഇടതുപക്ഷം ഇവിടെ വോട്ട് തേടിയിരുന്നത്. എന്തായാലും അത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, അട്ടിമറി സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ഇത്തവണ ഇവിടെ മാവേലിക്കരയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്.